Watch full episodes on Jio Hotstar. കൊള്ളാലോ ഇത്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ആകാശത്താണല്ലോ ഇരിക്കുന്നേ. അപ്പൊ ഭൂമിയിൽ ആരാ ഉണ്ടാവുക? ഞാൻ അതിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് ചങ്ക്. ഇവിടുത്തെ നേതാവ് സാർ എന്ന പേരുള്ള ഒരുത്തൻ ഭയങ്കര ഭീകരനായ ഏലിയനാ. ആരെങ്കിലും അയാളോട് എതിർത്ത് സംസാരിച്ചാൽ അവനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. അവിടെ ലേസർ നെറ്റ് കൊണ്ടൊരു ഫ്ലോർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുകളിലേക്ക് ആരും തിരിച്ചു വരാതിരിക്കാനാ ചങ്ക്. എന്റെ അമ്മോ, പിന്നെ നമ്മൾ ഈ സ്പേസ് ഷിപ്പ് എവിടെ ലാൻഡ് ചെയ്യിക്കും? സ്പേസ്ഷിപ്പ് ആകാശത്ത് തന്നെ നിൽക്കും ചങ്ക്. എന്നിട്ട് നമ്മൾ താഴേക്കും പോവും. ഞാൻ ശരിക്കും തയ്യാറായിട്ടാ വന്നിരിക്കുന്നു ചങ്ക്. വരൂ. അങ്ങനെ ഫ്ലൈയിങ് കാർ കൊണ്ടുവന്നോ? ഇനി നല്ല രസമായിരിക്കും. എന്ത് നല്ല സ്ഥലമാണ്. ഇതെന്താ? ഹലോ ഓൾ സെക്യൂരിറ്റി, ദിസ് ഈസ് X001 ഹിയർ. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്. ഏതോ അജ്ഞാത വാഹനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. അതിൽ 5 പേരിരിപ്പുണ്ട്. സീ ഇമേജ് ഓൺ യുവർ മോണിറ്റർ. ക്യാച്ച് ദം, ക്യാച്ച് ദം. ഹലോ സെക്യൂരിറ്റി വാൾ, ദിസ് ഈസ് X71. ആ കാറിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ അതിനെ പിടിക്കാൻ പോവുകയാണ്. ഗുസൂൺ 5 ഗുസു 7ന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സോ 7 അലേർട്ട്, സോ 7 അലേർട്ട്. ഹലോ, ഐ ആം റെഡി. ദിസ് ഈസ് X101. ഐ ആം റെഡി. ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, എല്ലാവരും സദ്യ കഴിക്കാൻ റെഡി ആയിരുന്നു. സദ്യയോ? അതിനിവിടെ ആരുടെ കല്യാണമാ? എവിടെയാണ് സദ്യ? എന്റെ മോട്ടു, നീ പിന്നിലേക്കൊന്ന് നോക്ക്. ഇവിടുത്തെ പോലീസുകാർ വരുന്നുണ്ട് നമ്മളെ പിടിക്കാനായിട്ട്. എന്തോന്ന് പോലീസ്? ഒരു ആർമിക്ക് പോലും നമ്മളെ പിടിക്കാൻ പറ്റൂല പത്തലു. എന്റെ വലിയേട്ട ഇങ്ങോട്ട് തരൂ, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. പത്തലു, നീ മുമ്പിലോട്ട് വാ. എന്റെ അത്തിപോലെ അമ്മച്ചിയേ, ഹോ. നിർത്തവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ
കാറിനെ ഞാൻ ബ്ലാസ്റ്റ് ചെയ്യും. നിർത്തവിടെ. ചിങ്കം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. മോട്ടോ നീ വണ്ടി ഓടിച്ചോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കാം 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 നോക്കാം. മമ്മി രക്ഷിക്കണേ, നമ്മളപ്പോ നാല് ഭാഗത്ത് വളഞ്ഞിരിക്കാണ്. മമ്മി രക്ഷിക്കണേ. സീതാറാം, മിണ്ടാതിരിക്ക്, മിണ്ടാതിരിക്ക്. ഞാൻ നോക്കട്ടെ ഇവിടെ ആർക്കാ ഇത്ര ചങ്കൂറ്റമെന്ന്. ഓയ് മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എഞ്ചിൻ ഓഫ് ചെയ്താൽ കാറ് താഴേക്ക് പോവും ചങ്ക്. എനിക്ക് തോന്നുന്നത് ആരോ സാക്കിനോട് എതിർത്ത് സംസാരിച്ചു എന്നാ. ഇത് നോക്ക്, സെക്യൂരിറ്റി അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ നെറ്റ് ഡോർ നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാണോ നമുക്ക് ഈ നെറ്റിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നത്, അന്ന് നമ്മൾ പിന്നെയും അവിടേക്ക് തിരിച്ചുപോയി നമ്മളുടെ യുദ്ധം തുടങ്ങി വെക്കും. ഓയ് മോട്ടു എന്റെ ബ്രോ, ആ ലേസർ നെറ്റിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമ്മൾ പൊട്ടിത്തെറിക്കും ചങ്ക്. നീ ആരാണ്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നീ സഹായിച്ചത്? എനിക്ക് നിന്റെ അച്ഛനെ നന്നായിട്ടറിയാം. ഞാനാണ് നിന്നെ കണ്ടുപിടിക്കാനായി ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചത്. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷായി. നീ മോട്ടു അല്ലേ? അതെ, ഞാനാണ് മോട്ടു. കാണാൻ അച്ഛനെ പോലെ തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, ഇത് ഡോക്ടർ ജഡ്ക, ഇൻസ്പെക്ടർ ചിങ്കം, പിന്നെ ഗസീട്ടാറാം. ഹലോ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ മോട്ടോനെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ മോട്ടോന്റെ സ്വപ്നത്തില് അവന്റെ അച്ഛൻ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന് ആ ശക്തിയുണ്ട്. ആരുടെ സ്വപ്നത്തിൽ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിയും. ആരുടെയെങ്കിലും കണ്ണുകളിൽ നോക്കി മൈൻഡ് റീഡ് ചെയ്യാനും കഴിയും. അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനും കഴിയും. ആ ശക്തികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാർക്ക് അദ്ദേഹത്തെ തടവിലാക്കിയത്. പക്ഷെ എന്റെ പെങ്ങളെ, ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മോട്ടുവിന്റെ ഓർമ്മ എങ്ങനെയാ വന്നത്? അപ്പോൾ നീ ചെറുതായിരുന്നു, വളരെ ചെറുത്. ഇത്രയും നാൾ സാർക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഇപ്പോൾ നീ വലുതായിരിക്കുന്നു, നിനക്ക് സഹനശക്തിയുമുണ്ട്. നീ ഇപ്പൊ വലുതായതുകൊണ്ട്
അദ്ദേഹത്തിന് നിന്നിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ നീ രക്ഷിക്കുമെന്ന്. എന്നെ വേഗം കൊണ്ടുപോകൂ. എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ. അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇത്രയ്ക്ക് ധൃതി കാണിക്കരുത്. സാർക്ക് ഒരു അപകടകാരി മാത്രമല്ല, വളരെ സൂത്രശാലിയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാരെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. ഐഡിയ. പൊളിക്കടുത്തല്ലോ ആദ്യമായിട്ടൊന്ന് മനസ്സിലാവുന്നത്. കച്ചറയ്ക്കകത്തുള്ള ജീവികൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന്. ഔറ്റുകൾ എങ്ങനെ ഇതിനകത്ത് ജീവിക്കുന്നു. ലപ്പാട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഒരു അടിപൊളി ജീവി തന്നെ. അതേന്ന് സാറിന്റെ ഒരു തവണ രക്ഷപ്പെടുന്നത് പാടാ, നിങ്ങൾ 2 തവണ രക്ഷപ്പെട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലികൾ. അത് ഞങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ ആരാണ്? കൂട്ടുകാരെ, എന്റെ പേര് സുംബ, ഇത് സുമി, ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാ. ഒരു കാലം ഉണ്ടായിരുന്നു, ഞങ്ങളും മുകളിൽ XR സിറ്റി ടവറിലാ താമസിച്ചുകൊണ്ടിരുന്നത്. സാറിന്റെ തോന്നിവാസത്തിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ ഞങ്ങളെ അപ്പൊ തന്നെ അവിടുന്ന് തള്ളി ഈ താഴെ കുഴിയിലേക്ക് ഇട്ടു. ഇനി മുകളിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഞങ്ങള് ലേസർ നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും ചങ്ക്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയതാണോ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഇപ്പൊ ഞാൻ ആ വേസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. അടിപൊളി ഫ്രഷാ, അതുകൊണ്ടാ നല്ലതായിട്ട് തോന്നുന്നത്. അത് കണ്ടോ, അതെന്റെ ലാബാണ്. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓ സുംബ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. ഞാൻ ഉടനെ തന്നെ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. ഡോൺ വരി ചങ്കുകളെ, പേടിക്കണ്ട. എനിക്ക് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കാൻ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ.
ഇതില് ഗാർബേജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? പേടിക്കണ്ട, അങ്ങനെയൊന്നും തന്നെ അതിലില്ല. നിങ്ങൾ കഴിച്ചു നോക്കൂ. ഇന്നാ പിടിച്ചു, ഇതാ നിങ്ങൾക്കും. എന്റെ രോഗികളാണ് സത്യം. ഇനി നമുക്ക് ഒരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാ കാറിലും ലേസർ പ്രൂഫ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോവാൻ ചങ്കുകളെ. പൊളിച്ചേ, എന്നാ പോവാ അല്ലേ? റേസിനെ വട്ടത്തെ കറക്കി കഴിഞ്ഞാൽ നെറ്റ് കട്ടാവും ചങ്കേ. പൊളിക്കടുത്തല്ലോ, എല്ലാം കിടന്ന് കറങ്ങാണല്ലോ. നന്ദി, രക്ഷിക്കണേ. എന്റെ ഗസീറ്റാറാമേ, നമുക്ക് വേഗം എന്റെ അച്ഛനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. അത് കഴിഞ്ഞ് നിനക്ക് നിന്റെ മമ്മിയെ കാണാൻ പോവാം. മോട്ടു, ഇപ്പൊ എന്റെ പിന്നാലെ വരൂ. ഞാൻ കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെ പോയാൽ അവിടെ CCTV കവറേജ് ഉണ്ടാകില്ല. അവിടെ പോലീസുകാരുടെ ശല്യവും നമുക്കൊരിക്കലും ഉണ്ടാകില്ല. അലേർട്ട്, അലേർട്ട്, താഴെയുള്ള ലേസർ നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്. അവരെ ഒന്നും ഒരു മോണിറ്ററിലും കാണാൻ കഴിയുന്നില്ല. എവിടെ പോയി? അന്വേഷിക്കവരെ, അന്വേഷിക്ക്. സെർച്ച് ഓൾ പോലീസ് ഫോഴ്സ്, സെർച്ച്. ഓക്കേ സാർ. സാർ, ലേസർ നെറ്റിൽ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. നെറ്റ് കട്ട് ചെയ്ത് താഴെയുള്ള മുകളിലേക്ക് വന്നിട്ടുണ്ട്. കൊട്ടാരത്തിലെ സെക്യൂരിറ്റിയെ മറികടക്കണമെങ്കിൽ അത് മോട്ടു പത്രു തന്നെ ആയിരിക്കും. ആ മോഹൻ സിൻഹയെ കൊണ്ടുപോകാൻ വരുന്നതായിരിക്കും. ഇത്തവണ അവര് രക്ഷപ്പെടാൻ പാടില്ല. ഒക്ടോബസ് റോബോട്ടിനെ റെഡിയാക്കി വെക്ക. ഓക്കെ സാർ. എല്ലാരും നിക്ക്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ആ ലാബ് എവിടെയാന്ന്. മോട്ടുവിന്റെ അച്ഛനുള്ള ലാബ്. ഹാ, കിട്ടിപ്പോയി. ആ കാണുന്ന റിസർച്ച് ലാബിലാണ് മോട്ടുവിന്റെ അച്ഛൻ ഉള്ളത്. ലെറ്റ്സ് ഗോ.
പാലസ് സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ് ഗാർഡ്സ് ബ്രീച്ച് റിസർച്ച് ലാബ് ശത്രുക്കൾ റിസർച്ച് ലാബിലേക്ക് പെട്ടെന്ന് പോ ഇല്ല. സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ്. ചെല്ല്, അങ്ങോട്ടേക്ക് ഗാർഡ്സിനെ അയക്ക്. ഇപ്പൊ തന്നെ ഒക്ടോബസ് റോബോട്ടിനെ റിലീസ് ചെയ്യ. Watch India's largest kids library only on Jio Hotstar. Download the app now.